നമ്മുടെ എല്ലാ പ്രാർത്ഥനകൾക്കും മറുപടി കിട്ടാറുണ്ട്. നമ്മുടെ എല്ലാ പ്രാർത്ഥനകൾക്കും നമ്മൾ ആഗ്രഹിച്ച റിസൾട്ട് കിട്ടാറുണ്ട്. എന്തുകൊണ്ടാണ് ഇത് കിട്ടാത്തതെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഈ നമ്മുടെ ദൈവത്തിന് ഒരുപാട് സ്വഭാവങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ് നമ്മുടെ ദൈവം എറ്റേണൽ ഫാദറാണ്. അതുപോലെ തന്നെ നമ്മുടെ ദൈവം ഓൾമൈറ്റിയാണ്, സർവശക്തനാണ്, എറ്റേണൽ ഫാദറാണ്. അതുപോലെ തന്നെ നമ്മുടെ ദൈവത്തിനുള്ള മറ്റൊരു നേച്ചറാണ്, നമ്മുടെ ദൈവം നീതിമാനാണ്. അവൻ നീതിയോട് ന്യായം വിധിക്കുന്ന മോസ്റ്റ് സുപ്രീം കോർട്ടാണ്. ഈ നമ്മുടെ പല പ്രാർത്ഥനകളും നമ്മുടെ ഫാദറാണ് കേൾക്കുന്നത്, ഓൾമൈറ്റി ആയിട്ടുള്ള സർവശക്തനായ ദൈവമാണ് കേൾക്കുന്നത്. പക്ഷെ ഇത് റിസൾട്ട് ഈ അയക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ ക്യാരക്ടർ, അവൻ നീതിമാനായതുകൊണ്ട് ഒരു കോർട്ടിൽ നിന്നും വിധി വരുന്നത് പോലെയാണ് നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി വരുന്നത്. അതുകൊണ്ടാണ് യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലം ചെയ്യുന്നു. ഈ ഓൾമൈറ്റി ആയിട്ടുള്ള സർവശക്തനായ ദൈവം എൻ്റെ പിതാവാണ് എന്നുള്ള ഒരു ബോധ്യത്തിൽ എൻ്റെ വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി എൻ്റെ ദൈവത്തെ എനിക്ക് സ്വാധീനിക്കാൻ പറ്റില്ല. ഓൾമൈറ്റിയാകുന്ന ദൈവം അദ്ദേഹം എൻ്റെ പിതാവാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടി, എൻ്റെ ഒരു ഇമോഷനുകൾക്ക് വേണ്ടി എൻ്റെ ദൈവത്തെ എനിക്ക് സ്വാധീനിക്കാൻ പറ്റില്ല. ഇനി നിങ്ങൾ ചിന്തിച്ച് നോക്കിക്കേ, നിങ്ങളുടെ പ്രാർത്ഥന വന്നത് ഇമോഷനിൽ നിന്നാണോ, നിങ്ങളുടെ വ്യക്തിപരമായ താല്പര്യങ്ങളിൽ നിന്നാണോ, നിങ്ങളുടെ ആഗ്രഹങ്ങളിൽ നിന്നാണോ? നിങ്ങൾ ചിന്തിച്ചു നോക്കുക. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ നീതിയോടുകൂടിയുള്ളതായിരിക്കട്ടെ. നീതിയോടുകൂടിയ പ്രാർത്ഥനയ്ക്ക് 100% റിസൾട്ട് ഉണ്ടാകും. എല്ലാ ഇമോഷണൽ പ്രയറുകളും, എല്ലാ സ്വാർത്ഥ പ്രാർത്ഥനകളും, ഈ സെൽഫിഷ് മെൻറ്റാലിറ്റിയിൽ നിന്ന് വരുന്ന പ്രാർത്ഥനകളും അവസാനിക്കട്ടെ. നീതിമാന്റെ പ്രാർത്ഥന പോലത്തെ ഒരു പ്രാർത്ഥന നിങ്ങളുടെ നാവിൽ നിന്ന് വെളിയെ വരട്ടെ. വീണ്ടും പറയുന്നു, യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായം 16-ാം വാക്യം പറയുന്നത് പോലെ, നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലം ചെയ്യുന്നു. ഇമോഷനിൽ നിന്നുള്ള പ്രാർത്ഥനകൾ അവസാനിക്കട്ടെ. സ്വാർത്ഥ താല്പര്യങ്ങളിൽ നിന്നും വരുന്ന പ്രാർത്ഥനകൾ അവസാനിക്കട്ടെ. നീതിമാന്റെ പ്രാർത്ഥന പോലെ ദൈവിക കോടതിയിൽ തൂക്കി നോക്കുമ്പോൾ കൃത്യമായ റിസൾട്ട് തരത്തക്ക വിധത്തിലുള്ള നീതിമാന്റെ പ്രാർത്ഥന പുറത്തു വരട്ടെ. 100% മറുപടികൾ അങ്ങനത്തെ പ്രാർത്ഥനകൾ കൊണ്ട്, അങ്ങനത്തെ പ്രെയർ ലൈഫ് ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ബ്ലസ് ചെയ്യുന്നു. ഈ വചനം നിങ്ങളെ ബലപ്പെടുത്തട്ടെ. ഗോഡ് ബ്ലസ് യു.